ഡോക്ടർ എം ലീലാവതിക്കെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. VS രഞ്ജിത്ത് കൂടി ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, നമുക്കറിയാം, മനുഷ്യരെ വേർതിരിക്കുകയും വിഭജിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാറ്റിനുമെതിരെ എല്ലാ കാലത്തും സ്വന്തം എഴുത്തുകൊണ്ടും പ്രഭാഷണം കൊണ്ടുമൊക്കെ നിലയുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ എം ലീലാവതി എന്ന് പറയുന്നത്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അവർ തിരുത്താൻ നിൽക്കുകയല്ല, ഉറച്ചു നിൽക്കുകയാണ് അവർ ഇപ്പോഴും ചെയ്തത്. അവർ പറഞ്ഞതിനെ ഒരു വലിയ കൂട്ടം നടത്തിയ ഒരു പരാമർശത്തിനെതിരെ പ്രായം പോലും മറന്ന് സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. VS രഞ്ജിത്ത്, ആരാണ് മലയാളിക്ക് യഥാർത്ഥത്തിൽ ഡോക്ടർ എം ലീലാവതി? റോഷ്നി, ഡോക്ടർ എം ലീലാവതി എന്ന ലീലാവതി ടീച്ചർ വന്ധ്യവയോധികയെക്കുറിച്ച് ഒന്നും അറിയാത്ത നിരക്ഷര കുക്ഷികളും അക്ഷരവിരോധികളുമായവർക്ക് മാത്രമേ അവരെ ഈ രീതിയിൽ അസഭ്യം ചൊരിയാനും അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. കാരണം അവർ ഇന്നിപ്പോൾ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ അവരൊരു പ്രയോഗം നടത്തുന്നുണ്ട്, എഴുത്തമ്മ എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം അവരെഴുത്തുകൊണ്ട് മാത്രമല്ല കേട്ടോ, പ്രസംഗം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവരുടെ അധ്യാപന രീതിയിലുമൊക്കെ ഈ ടീച്ചർ എന്ന് വിളിക്കുമ്പോഴും മാതൃത്വമാണ് അതിൽ സ്ഫുരിക്കുന്ന ഭാവം എന്ന് പറയുന്നത്. അവർ വളരെ പ്രഗത്ഭയായ ഒരു നിരൂപകയാണ്. ഈ നിരൂപണത്തിൽ നമ്മൾ സാധാരണ പറയും ഖണ്ഡന വിമർശനവും മണ്ഡന വിമർശനവും ഉണ്ട്. ഖണ്ഡനം എന്ന് പറയുന്നത് ഒരു എഴുത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് വിമർശിക്കുക എന്നുള്ളതാണ്, എന്ന് പറഞ്ഞാൽ അതിനെതിരെ എഴുതുക എന്നുള്ളതാണ്. ആ എഴുത്തിൽ പോലും ഒരു ഖണ്ഡനം അവർ പുലർത്താറില്ല, അതിനെ മണ്ഡന വിമർശനം എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ വളരെ ആസ്വദിക്കുന്ന രീതിയിൽ എഴുതുക, എതിർത്തെഴുതുന്ന ശൈലി അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എഴുത്തിൽ പോലും സൗമ്യമായ ശാലീനമായ ഒരു രീതി പിന്തുടരുന്ന, മാതൃത്വത്തിൻ്റെ ഭാവം പിന്തുടരുന്ന ഒരു വളരെ ശാലീനയായ ഒരു സ്ത്രീയാണ് ലീലാവതി ടീച്ചർ. 1949 അവർ അധ്യാപനം തുടങ്ങുമ്പോൾ ആ കാലത്തൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് ആരും ജീവിച്ചിരിക്കുന്നുണ്ടോ പോലും പറയില്ല. അത്രയും 49 അധ്യാപനം തുടങ്ങി 83 അത് റിട്ടയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എഴുത്തിൽ ഇപ്പോൾ പത്മശ്രീ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, സാഹിത്യ അക്കാദമി പുരസ്കാരം, അങ്ങനെ പുരസ്കാരങ്ങളുടെ നേട്ടം കൊണ്ട് നോക്കുകയാണെങ്കിലും അവരുടെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ഒരു കാര്യം ഈ പറയുന്ന ഈ സൈബർ ആക്രമണം നടത്തുന്നവർക്ക് അറിയണം എന്നില്ല. അപ്പോൾ ആ എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രസംഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അധ്യാപനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു മാതൃത്വവും ശാലീനതയും ഒക്കെ സൂക്ഷിക്കുന്ന, വളരെ സൗമ്യമായി മാത്രം പ്രതികരിക്കുന്ന ഈ ലീലാവതി ടീച്ചർ ആ മാതൃഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത്. വയനാട്ടിലെ ഒരു ആദിവാസി ഒരു ബാലനെ അവരുടെ സ്വന്തം ചെലവിൽ അവർ സഹായിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഉള്ളിലുള്ള ആ മാതൃഭാവം കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവരൊരിക്കലും രാഷ്ട്രീയമായ നേട്ടത്തിനോ ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിനോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കോൺഗ്രസ് മനസ്സുള്ള വ്യക്തി കൂടിയാണ് ലീലാവതി ടീച്ചർ. അവർ നെഹ്റുവിനെ കുറിച്ചും ഗാന്ധിയെക്കുറിച്ചും അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. കരുണാകരൻ ഒരിക്കൽ അവരോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഴൽബന്ധത്ത് മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ വളരെ സൗമ്യമായിട്ട് അത് നിഷേധിക്കുകയാണ്. എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും അവിടെയാണ് പിന്നീട് സാവിത്രി ലക്ഷ്മണൻ മത്സരിച്ച് ജയിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ താല്പര്യവും ഇല്ലാതെ, ഒരു ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിക്കാതെ അവരുടെ നിലപാടുകൾ സൗമ്യമായി പറയുകയും എഴുതുകയും മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അല്പം കടന്നൊക്കെ വിമർശിച്ചിട്ടുള്ളത് സുകുമാർ അഴീക്കോടിനെയാണ്. സുകുമാർ അഴീക്കോട് പണ്ട് ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ലേഖനം എഴുതിയപ്പോൾ ശങ്കരക്കുറുപ്പിൻ്റെ ശിഷ്യയാണ് അവർ. അപ്പോൾ ആ ശിഷ്യത്വം ഉള്ളതുകൊണ്ട് തന്നെ അത് ലീലാവതി ടീച്ചർക്ക് ഇഷ്ടമായിട്ടില്ല. അതിനെ വിമർശിച്ചുകൊണ്ട് കുറച്ചൊരു കടുത്ത ഭാഷയിൽ അവർ എഴുതുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ അവരങ്ങനെ വലിയ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സ്ത്രീയല്ല. MN വിജയനും സുകുമാർ അഴീക്കോടും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഒക്കെ അവരെ സമകാലീനരായിട്ട് വന്ന ആൾക്കാരാണ്. അത്രയും തലയെടുപ്പുള്ള മലയാളത്തിലെ എന്താ പറയുക, ഇപ്പോൾ ഇന്ന് ആ രീതിയിൽ ഇപ്പോൾ സാനുമാഷി ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ മലയാളത്തിന് ഈടുവെക്കാൻ സാധിക്കുന്ന ഒരു വലിയ എഴുത്തുകാരിയെ എന്തിൻ്റെ പേരിലാണ് ഈ വിമർശിക്കുന്നത് എന്നുള്ളത് അല്പം പോലും ബോധമില്ലാത്ത അക്ഷരവിരോധികൾക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ലീലാവതി ടീച്ചറുടെ വലിപ്പം ഒന്നും ഒരു 1/2 മിനിറ്റ് കൊണ്ട് വരച്ച് കാട്ടുക, പറഞ്ഞു തീർക്കുക എന്നുള്ളത് അത്രയും വലിയ കടുങ്കയായിരിക്കും. മലയാളത്തിലെ ഏത് എഴുത്തുകാരനും ഏത് കവിയെക്കുറിച്ചും, ഇപ്പോൾ എടശ്ശേരിയെക്കുറിച്ചാണെങ്കിലും ചങ്ങമ്പുഴയെക്കുറിച്ചാണെങ്കിലും കുമാരനാശാനെ കുറിച്ചാണെങ്കിലും ഒക്കെ അവർ എഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല പല ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിമിഷം എന്ന് പറയുന്നൊരു കവിതയെക്കുറിച്ച് എഴുതിയിട്ടാണ് നിരൂപണ സാഹിത്യം തുടങ്ങുന്നത് തന്നെ. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ അവരുടെ വലിപ്പം നമുക്ക് മണിക്കൂറുകളോളം പറയാൻ സാധിക്കും. അതൊന്നും അറിയാത്ത നിരക്ഷര കുക്ഷികളായ അക്ഷരവിരോധികളായ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന സൈബർ ആക്രമണം മലയാളം അത് ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല. VS രഞ്ജിത്ത് പറഞ്ഞതുപോലെയാണ്, ഡോക്ടർ എം ലീലാവതി നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് അങ്ങനെ വെറുതെ കുറച്ചു വാക്കുകളിൽ പറഞ്ഞു പോകാൻ പറ്റില്ല. പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം തുല്യനീതിക്കൊപ്പമാണെന്ന് ഉറച്ചു നിന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ എം ലീലാവതി. അങ്ങനെ പല